ഭീകരവാദത്തിനെ വേരറുക്കാൻ ലക്ഷ്യമിട്ട് നിർണായകമായ ചുവടുവയ്പുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. ഇതിന്റെ ഭാഗമായി ഭീകരതയോടും ഭീകരവാദികളോടും അവരെ സഹായിക്കുന്നവരോടും യാതൊരു ദാക്ഷിണ്യവുമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന രാജ്യത്തെ പ്രഥമ ഭീകരവിരുദ്ധ നയം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ആവിഷ്കരിച്ചു. പ്രഹർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ നയരേഖ കേവലം ഒരു പ്രഖ്യാപനമല്ല, മറിച്ച് ഭീകരവാദത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കാനും ആശയപരമായ വേരുകൾ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ള കൃത്യമായ കർമ്മ പദ്ധതിയാണ്. രാജ്യത്തിനകത്തും പുറത്തും രൂപം കൊള്ളുന്ന ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാനും തീവ്ര ചിന്താഗതിയിലേക്ക് യുവാക്കളെ നിയന്ത്രിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനുമാണ് പുതിയ നയത്തിലൂടെ സർക്കാർ ഊന്നൽ നൽകുന്നത്. ഭീകരവാദികൾക്ക് ലഭിക്കുന്ന പണം, ആയുധങ്ങൾ, അവർക്ക് ഒളിച്ചിരിക്കാൻ ലഭിക്കുന്ന സുരക്ഷിത താവളങ്ങൾ എന്നിവ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് പ്രഹറിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇതിനായി വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും കോർത്തിണക്കിയുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കുന്നതിലൂടെ വിവരങ്ങൾ തത്സമയം കൈമാറാനും ഭീഷണികൾ അവ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നിർവീര്യമാക്കാനും സാധിക്കുമെന്ന് സർക്കാർ വിലയിരുത്തുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ കരുത്തുറ്റ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഭീകരതയുടെ ധനസഹായ ശൃംഖലകൾ തകർക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഹവാല ഇടപാടുകൾ, ക്രിപ്റ്റോ കറൻസി വഴിയുള്ള അനധികൃത പണമിടപാടുകൾ എന്നിവ നിരീക്ഷിക്കാൻ പ്രത്യേക സെല്ലുകൾ രൂപീകരിക്കും. അന്താരാഷ്ട്ര തലത്തിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഇന്ത്യ ഇനി മുതൽ കൂടുതൽ സജീവമായ പങ്കുവഹിക്കും. അയൽ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയും ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ ഭരണകൂട നയത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നതും ഇന്ത്യ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിൽ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ അയൽ രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര ഏജൻസികളുമായും കൂടുതൽ ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അതേസമയം ഭീകരവാദത്തെ ഏതെങ്കിലും പ്രത്യേക മതം, വംശം, മതം അല്ലെങ്കിൽ സംസ്കാരം എന്നിവയുമായി ബന്ധിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടാണ് നയരേഖ മുന്നോട്ട് വെക്കുന്നത്. ഭീകരതയ്ക്ക് ജാതിയോ മതമോ ഇല്ലെന്നും അത് മാനവികതയ്ക്ക് എതിരെയുള്ള കുറ്റകൃത്യമാണെന്നും ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. സമൂഹത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആധുനിക യുഗത്തിൽ ഭീകരവാദികൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ പ്രതിരോധത്തിനായി ഉപയോഗിക്കും. സൈബർ ഇടങ്ങളിലെ തീവ്രവാദ പ്രചാരണങ്ങൾ തടയാനും ഓൺലൈൻ വഴിയുള്ള റിക്രൂട്ട്മെന്റുകൾ കണ്ടെത്താനും ഡിജിറ്റൽ സർവൈലൻസ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തും. വിവിധ സുരക്ഷാ ഏജൻസികൾക്കിടയിൽ വിവരങ്ങൾ കൈമാറുന്നതിലെ കാലതാമസം ഒഴിവാക്കാനും ഏകീകൃത പ്ലാറ്റ്ഫോം നിലവിൽ വരും. സംയുക്ത ഓപ്പറേഷനുകൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പ്രത്യേക പരിശീലന പരിപാടികളും ഈ നയത്തിന്റെ ഭാഗമായി വിഭാവനം ചെയ്തിട്ടുണ്ട്. ഭീകരതയുടെ ഇരകളോടൊപ്പം നിൽക്കുക എന്നതും ഇന്ത്യയുടെ പ്രധാന നയമാണ്. ലോകത്ത് എവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങൾക്കും ഒരു തരത്തിലുള്ള നീതീകരണവുമില്ലെന്ന് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഭീകരത ഒരു തരത്തിലും വെച്ച് പൊറിപ്പിക്കില്ല എന്ന തത്വാധിഷ്ഠിത സമീപനമാണ് നയത്തിന്റെ ആണിക്കല്ല്. തീവ്രവാദത്തിലേക്ക് ആളുകളെ നയിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങൾ പഠിക്കാനും അവ പരിഹരിക്കാനുമുള്ള ദീർഘകാല പദ്ധതികളും പ്രഹറിലൂടെ നടപ്പിലാക്കും. പ്രാദേശികമായ വികസന മുരടിപ്പ്, ഭീകരവാദികൾ മുതലെടുക്കാതിരിക്കാൻ പിന്നോക്ക മേഖലകളിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഏത് നീക്കത്തെയും മുളയിലെ നുള്ളിക്കളയാനുള്ള ശേഷി ഇന്ന് ഇന്ത്യക്കുണ്ട്. കൃത്യമായ സമയപരിധിയോടെ നടപ്പിലാക്കുന്ന ഈ നയം വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സുരക്ഷാ കവചമായി മാറും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് ഭീകരവാദ സംഘടനകൾക്ക് വലിയൊരു താക്കീത് കൂടിയാണ്. ആഗോളതലത്തിൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയെ ഒരു നായക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ഈ പുതിയ നയരേഖ സഹായിക്കുമെന്ന് നിസ്സംശയം പറയാം. ഭാരതത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കുന്നതിനായി ഏതു വിധത്തിലുള്ള പ്രത്യാക്രമണത്തിനും സുരക്ഷാ സേന സജ്ജമാണെന്ന സന്ദേശമാണ് പ്രഹർ നൽകുന്നത്.